നമസ്കാരം, മണി മാജിക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബാങ്കിംഗ് സേവനങ്ങളുടെ തടസ്സമില്ലാത്ത പ്രവർത്തനത്തിന് KYC നോ യുവർ കസ്റ്റമർ പുതുക്കൽ നിർബന്ധമാണെന്ന് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി വ്യക്തമാക്കിയിരിക്കുകയാണ്. കേരളത്തിൽ 57 ലക്ഷം ബാങ്ക് അക്കൗണ്ടുകൾ KYC കാലാവധി കഴിഞ്ഞവയാണ്. ഇത് സംസ്ഥാനത്തെ മൊത്തം അക്കൗണ്ടുകളുടെ 20% വരും. KYC പുതുക്കാത്തതിനാൽ പല അക്കൗണ്ടുകളുടെയും ബാങ്കിംഗ് സേവനങ്ങൾ ഇതിനകം തടസ്സപ്പെട്ടു കഴിഞ്ഞു. 10 വർഷം പൂർത്തിയായ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും KYC നടപടികൾ പുതുക്കേണ്ടത് നിർബന്ധമാണ്. ഇതിനായി അക്കൗണ്ട് ഉടമകൾ ബാങ്കിൽ നേരിട്ടെത്തി ഫോട്ടോ, ആധാർ കാർഡ്, പാൻ കാർഡ് എന്നിവ സമർപ്പിക്കണം. KYC പുതുക്കാത്ത പക്ഷം പണം പിൻവലിക്കൽ, സബ്സിഡി തുക ലഭിക്കൽ, ചെക്ക് ഇടപാടുകൾ തുടങ്ങിയ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടും. പ്രത്യേകിച്ച് 2014-15 കാലയളവിൽ പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രകാരം തുറന്ന സീറോ ബാലൻസ് അക്കൗണ്ടുകളാണ് KYC പുതുക്കലിൽ ഏറ്റവും പിന്നിൽ. ഈ കാലാവധി കഴിഞ്ഞ 57 ലക്ഷം അക്കൗണ്ടുകളിൽ 90% ഉൾപ്പെടുന്നു. സബ്സിഡികളും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് ഈ അക്കൗണ്ടുകൾ നിർണായകമാണ്. എന്നാൽ KYC പുതുക്കാത്തതിനാൽ പലർക്കും ഈ ആനുകൂല്യങ്ങൾ നഷ്ടമാകുന്നുണ്ട്. KYC പുതുക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു നോമിനിയെ ചേർത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും പ്രധാനമാണ്. ബാങ്ക് അക്കൗണ്ടുകളിൽ നോമിനിയെ വെക്കേണ്ടത് വളരെ പ്രധാനമാണ്. അക്കൗണ്ട് ഉടമ മരണപ്പെടുകയാണെങ്കിൽ നോമിനിയുടെ അഭാവത്തിൽ നിക്ഷേപത്തുക തിരികെ നൽകുന്നത് ബുദ്ധിമുട്ടാകും. 10 വർഷത്തിന് ശേഷം ഇത്തരം തുക റിസർവ് ബാങ്കിന് കൈമാറ്റം ചെയ്യപ്പെടും. രാജ്യത്ത് അവകാശികളില്ലാതെ 67,000 കോടി രൂപ നിക്ഷേപമായി കെട്ടിക്കിടക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതിനാൽ നോമിനി വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നത് ബാങ്ക് അക്കൗണ്ടുകളുടെ സുരക്ഷിതത്വവും തുടർച്ചയും ഉറപ്പാക്കാൻ അനിവാര്യമാണ്. എളുപ്പത്തിൽ പണം സമ്പാദിക്കാനുള്ള ആഗ്രഹത്തിൽ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഉപയോഗിച്ച് തട്ടിപ്പുകൾ നടത്തുന്നത് ഇപ്പോൾ വർദ്ധിച്ചു വരുന്നതായി റിസർവ് ബാങ്ക് പറയുന്നു. വാടക അക്കൗണ്ടുകൾ, അതായത് മ്യൂൾ അക്കൗണ്ട് എന്നറിയപ്പെടുന്ന ഇത്തരം അക്കൗണ്ടുകളിലൂടെയാണ് തട്ടിപ്പുകൾ നടക്കുന്നത്. തട്ടിപ്പുകാർ 5,000 രൂപ മുതൽ 10,000 രൂപ വരെ വാഗ്ദാനം ചെയ്ത് യുവാക്കളെ കൊണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ തുറപ്പിക്കുകയും പാസ്ബുക്ക്, ATM കാർഡ്, ഫോൺ നമ്പർ എന്നിവ സ്വന്തമാക്കുകയും ചെയ്യുന്നു. ഈ അക്കൗണ്ടുകളിലൂടെ നടക്കുന്ന സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അക്കൗണ്ട് ഉടമകൾക്ക് യാതൊരു വിവരവും ഉണ്ടാകില്ല. പിന്നീട് ആദായ നികുതി വകുപ്പോ CBIയോ അന്വേഷണം ആരംഭിക്കുമ്പോഴാണ് അക്കൗണ്ട് ഉടമയ്ക്ക് തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാകുന്നത്. 18-നും 25-നും ഇടയിൽ പ്രായമുള്ളവരാണ് കൂടുതലായും ഈ തട്ടിപ്പിന് ഇരയാകുന്നത്. രക്ഷിതാക്കളോ അധ്യാപകരോ അറിയാതെയാണ് ഇവർ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പഞ്ചായത്ത് തലത്തിൽ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ സ്കൂളുകളിലും കോളേജുകളിലും വാടക അക്കൗണ്ടുകളുടെ അപകട സാധ്യതകളെക്കുറിച്ച് യുവാക്കളെ ബോധവൽക്കരിക്കുന്ന പ്രവൃത്തികളും നടക്കുന്നുണ്ട്. എന്നിട്ടും സംസ്ഥാനത്ത് 4% ആളുകൾക്ക് ഇപ്പോഴും ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ല. ഇത് ബാങ്കിംഗ് സേവനങ്ങളുടെ സമഗ്രമായ ലഭ്യതയ്ക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. KYC പുതുക്കലും നോമിനി നിയമനവും ബാങ്ക് അക്കൗണ്ടുകളുടെ തുടർച്ചയും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിന് അനിവാര്യമാണ്. കേരളത്തിൽ 57 ലക്ഷം അക്കൗണ്ടുകൾ KYC കാലാവധി കഴിഞ്ഞവയാണ്. ഇത് ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുത്തുന്നതിന് കാരണമാകുന്നു. പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ടുകൾ പോലെയുള്ളവയ്ക്ക് KYC പുതുക്കൽ അത്യന്താപേക്ഷിതമാണ്. കാരണം ഇവ സബ്സിഡികളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനുള്ള പ്രധാന മാർഗമാണ്. അതേസമയം വാടക അക്കൗണ്ടുകൾ വഴിയുള്ള തട്ടിപ്പുകൾ യുവാക്കളെ ബാധിക്കുന്നുണ്ട്. കൃത്യമായ ബോധവൽക്കരണം ഈ വിഷയത്തിൽ ആവശ്യമുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഉടമകൾ ഉടൻ തന്നെ KYC നടപടികൾ പൂർത്തിയാക്കുകയും നോമിനി വിവരങ്ങൾ ഉൾപ്പെടുത്തുകയും തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. മണി മാജിക് പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണാം.